എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങളെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനായിട്ട് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയി ലോർഡ് റീഡിംഗ്. ലോർഡ് റീഡിംഗ് ആണ് ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയി. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിനാണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം 1939. 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938. 1938 സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? മലബാർ ലഹള. മലബാർ ലഹളയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് 1921. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം. ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയാണ് ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷായിരുന്നു വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയായിരുന്നു വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. കേരളത്തിലെ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്തഗഡ. ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ബാപ്പുജി എന്നറിയപ്പെട്ടത്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. VP മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പൂനെ. പൂനെ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ
സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ബോംബെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. മദ്രാസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നത് വിക്ടോറിയ. വിക്ടോറിയ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് പാമർസ്റ്റൺ. പാമർസ്റ്റൺ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ്. കാനിങ് ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ബക്സർ യുദ്ധം. ബക്സർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ശ്രീധരലു നായിഡു ആണ് വേദസമാജം സ്ഥാപിച്ചത്. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാരഗുരുദേവൻ. പൊയ്കേൽ യോഹന്നാൻ. കുമാരഗുരുദേവനാണ് പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെട്ടത്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. നളചരിതം തുള്ളൽ ആരുടെ രചനയാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ രചനയാണ് നളചരിതം തുള്ളൽ. നളചരിതം ആട്ടക്കഥ ആരുടെ രചനയാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ രചനയാണ് നളചരിതം ആട്ടക്കഥ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു ആയിരുന്നു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആയിരുന്നു ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ് എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആയിരുന്നു എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. CK ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി. UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയി ആയിരുന്നു UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ആണ് സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത്. കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണനാണ് കുറത്തി എന്ന കവിത രചിച്ചത്.
ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം 3, പാർട്ട് 3. മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. പാർട്ട് 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറയായിരുന്നു. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം അവധായിരുന്നു ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ്? ഡി കെ കാർവെയാണ് മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി. രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ടണ്ടനാണ് രാജർഷി എന്നറിയപ്പെട്ടത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ ക്യാപ്പിലറീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും എസ് കെ പൊറ്റക്കാട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ദീപക് സന്ധുവാണ് ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത വി എസ് രമാദേവിയായിരുന്നു ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ടി എൻ ശേഷനായിരുന്നു ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത വി എസ് രമാദേവിയായിരുന്നു ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി. ശാസ്ത്രീയ നാമം റൗവോൾഫിയ സെർപ്പന്റീന. സർപ്പഗന്ധിയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ശവം നാറി. ശാസ്ത്രീയ നാമം കാതരാന്തസ് റോസസ്. ശവം നാറിയാണ് രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണയാണ് മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് പ്രയാഗ്രാജിനെയും ഹാൽഡിയയുമാണ് ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദ്യ മുതൽ ധുബ്രി വരെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 3 നാഷണൽ വാട്ടർവേസ്
3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഈ ദേശീയ ജലപാത 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് കോഴിക്കോട്ടിലേക്ക് നീട്ടിയിട്ടുണ്ട്. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ പുതുച്ചേരി. കാക്കിനഡയും പുതുച്ചേരിയുമാണ് ദേശീയ ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്നത്. ഇഥായ് രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാഡ്മിയം. ഇഥായ് രോഗം കാഡ്മിയം എന്ന ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മീനമാത രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മീനമാത രോഗം ബന്ധപ്പെട്ടിരിക്കുന്നത് മെർക്കുറി ലോഹവുമായിട്ടാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം. കപടലോകത്തിലെന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. ആരുടെ വരികളാണിത്? കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളാണ് കപടലോകത്തിലെന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം എന്നത്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്നത്. ലോക ഹിന്ദി ദിനം ജനുവരി 10. ജനുവരി 10 ലോക ഹിന്ദി ദിനം. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം മിക്സിഡീമ. മിക്സിഡീമയാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം ക്രെട്ടിനിസം. ക്രെട്ടിനിസമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പു ആയിരുന്നു നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ആലപ്പുഴയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. പക്ഷിപ്പാതാളം എവിടെയാണ്? വയനാട്. വയനാട്ടിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.